LGBTQIA+, ഇതിനകത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോട് തന്നെ ലൈംഗികമായ താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥ. G ഗേ, ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോട് ലൈംഗികമായ താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥ. ബി ബൈസെക്ഷൽ, ഒരാൾക്ക് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ഒരേപോലെ ലൈംഗികമായ താല്പര്യം ഉണ്ടാകുന്ന അവസ്ഥ. T ട്രാൻസ്ജെൻഡർ, അതായത് അയാൾ ജനിച്ചത് സ്ത്രീ ആയിട്ടായിരിക്കാം, പക്ഷെ അയാൾ വേണ്ട ശസ്ത്രക്രിയ കാര്യങ്ങൾക്ക് ശേഷം അയാൾ ഇപ്പോൾ മറ്റൊരു ഐഡന്റിറ്റിയിലാണുള്ളത്. അത് ട്രാൻസ് മെൻ ആവാം, ട്രാൻസ് വുമൺ ആവാം. അതായത് ഒരാൾ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്നായിട്ട് ജനിച്ച ഒരാൾ, അയാളുടെ ബ്രെയിൻ നൽകുന്ന സിംറ്റം അയാൾ ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് സ്ത്രീയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അയാൾ വേണ്ട ശസ്ത്രക്രിയ കാര്യങ്ങളൊക്കെ നടത്തി സ്ത്രീയായി മാറുന്നതും അതിനെ ട്രാൻസ് സെക്ഷൽ, അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് ട്രാൻസ് വുമൺ അല്ലെങ്കിൽ ട്രാൻസ് മെൻ. ട്രാൻസ് മെൻ എന്ന് പറയുന്ന, ഇപ്പം പുരുഷനായിട്ടുള്ള ഒരാൾ സ്ത്രീ ആയിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ട്രാൻസ് വുമൺ എന്ന് വിളിക്കും. സ്ത്രീ ആയിട്ടുള്ള ഒരാൾ പുരുഷനായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് മെൻ എന്ന് വിളിക്കും. ഈ ഒരു കമ്മ്യൂണിറ്റിയെ അവർ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ ട്രാൻസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്സെക്ഷലിനകത്താണ് ഈ പറയുന്ന ട്രാൻസ് മെന്നും ട്രാൻസ് വുമണും വരിക. ഈ ഒരു കമ്മ്യൂണിറ്റിയെ ട്രാൻസ്ജെൻഡർ എന്നാണ് വിളിക്കുക. ആ ഒരു വിഭാഗത്തെ ട്രാൻസ്ജെൻഡർ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇതിൽ നടത്താത്തവരുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു സർജറി നടത്തി തിരിച്ചാവണം എന്നില്ല. ആ ബോഡിയിൽ വെച്ച് തന്നെ അവർ ജീവിക്കുന്നവരുണ്ട്. സ്ത്രീയുടെ ബോഡിയിൽ തന്നെ പുരുഷന്റെ മൈൻഡോട് കൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പുരുഷന്റെ ബോഡിയിൽ തന്നെ സ്ത്രീയുടെ മൈൻഡോട് കൂടി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയർ, അതായത് സ്വന്തം സെക്ഷുവാലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. ആ ഒരു ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ അവര് എന്താണോ, ഇപ്പം ഞാനൊരു പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന എല്ലാവരെയും, അതായത് ഈ പറയുന്ന സെക്ഷൽ ഓറിയന്റേഷനും ജെൻഡർ ഐഡന്റിറ്റിയും ചോദ്യം ചെയ്യപ്പെടുന്ന എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുന്ന ഒരു അംബർല ടേമാണ് കൊയർ. ഓക്കെ, അതിൻ്റെ അകത്ത് ലെസ്ബിയൻസ് വരാം, ഗേ വരാം, ബൈസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാർ വരാം, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വരാം. ഇവരെല്ലാം ഒരുമിച്ച് വരുന്ന ആ ഒരു അംബർല ടേമാണ് കൊയർ. ഇന്റർസെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ജനിക്കുമ്പോൾ തന്നെ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സെക്സ് ഏതാണ് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പാടാണ്. ചിലപ്പോൾ രണ്ടുപേരുടെയും ഒരു ജെനിറ്റൽ ഓർഗൻസ് അവരിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന്റെ വലിപ്പത്തിൽ ഏറ്റക്കുറച്ചുകളിൽ ഉണ്ടായേക്കാം, പൂർണ്ണമായിരിക്കില്ല. പിന്നീട് അവർക്ക് ഏതെങ്കിലും ഒന്ന് മുറിച്ചു മാറ്റിയതിന് ശേഷം അവരുടെ ജെൻഡർ ഐഡന്റിറ്റി എന്താണോ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജീവിക്കുകയും ചെയ്യാം. ഓക്കെ, ഈ ഒരു വിഭാഗത്തെയാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അസെക്ഷൽ, ലൈംഗികമായ താല്പര്യം ആരോടും ഇല്ലാത്ത അവസ്ഥ. നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരാൾക്കാരുണ്ട്, ഇവർക്ക് ലൈംഗികപരമായ ആരോടും ഒരു താല്പര്യം ഉണ്ടാവില്ല, ഇവർക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 പ്ലസ് വേണമെങ്കിൽ നമുക്കിടാം. കാര്യം ചില ആളുകൾ ഇപ്പം സ്വീഡനിലാണെന്ന് തോന്നുന്നു, അമ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു ഡോളിനെ കല്യാണം കഴിച്ചതിന് ശേഷം വർഷങ്ങളായി ഇപ്പം ആ ഡോളിൽ എനിക്ക് 2 കുട്ടികളുണ്ടെന്നും പറഞ്ഞ് 2 ചെറിയ ഡോളും ഉണ്ടാക്കി വെച്ച് ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ അതായത് ഇതേ സ്വീഡനിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഇടയ്ക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു. അതായത് ഞാൻ സ്വയം പട്ടിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രൊട്ടസ്റ്റ്. അപ്പം അവിടെ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് എല്ലാവരും ഈ ഞാൻ പട്ടിയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന എല്ലാവരും പട്ടിയെ പോലെ 4 കാലിൽ എഴഞ്ഞ് നടന്ന് കുരച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമരം നമുക്ക് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. സ്വയം ഞാൻ എൻ്റെ ടേബിളാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയും വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ പൂച്ചയാണ് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. പൂച്ചയോടും പട്ടിയോടും കുതിരയോടും ലൈംഗികമായ താല്പര്യം തോന്നുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം നമുക്ക് ഈ പ്ലസിനകത്ത് ഉൾപ്പെടുത്താം. ഇതാണ് LGBTQIA++ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റി. അപ്പം പല ആൾക്കാർക്കും എന്താണ് ഈ കമ്മ്യൂണിറ്റി, ഇവര് ഇത് അഭിനയിക്കുന്നതാണോ നോർമലാണോ എന്നുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പല ആൾക്കാരും ഇപ്പോഴും ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവര് ഒരു കൗൺസിലിങ്ങിലൂടെ
അല്ലെങ്കിൽ ഒരു കൺവേർഷൻ തെറാപ്പിയിലൂടെ ഈ കാര്യങ്ങൾ പൂർണ്ണമായും മാറും, ഒരു കുറച്ച് നാൾ റിഹാബിലിറ്റേഷൻ തെറാപ്പി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറും എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ പൂർണ്ണമായി LGBTQIA+ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളെ അതിൽ നിന്നും ക്യൂർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.